ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖാണോ? ഇന്നൊരു കുക്കിംഗ് വീഡിയോ ഒന്നുമല്ല കേട്ടോ. ഞാൻ അടുക്കളയിൽ ചെയ്യുന്ന ചെറിയ നുറുങ്ങു വിദ്യകൾ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനിതാ മല്ലിയില എടുത്തിട്ടുണ്ട്. മല്ലിയില കുറേ നാൾ കേടുകൂടാതിരിക്കാൻ ഞാൻ ചെയ്യുന്നൊരു ടിപ്പാണ്. ഇതൊരു വെള്ളമുണ്ടിൻ്റെ കഷ്ണമാണ്. അതായത് പ്യുവർ കോട്ടൻ്റെ വെള്ളമുണ്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ചെറിയ കഷ്ണം. പിന്നെ മറ്റേത് ലൈനിങ് തുണിയാണ്. സാധാ ലോ ക്വാളിറ്റി ലൈനിങ് തുണി, പഴയ ചുരിദാറിൻ്റെ ഒരു ലൈനിങ് തുണി ഉണ്ടായിരുന്നതാണ്. അപ്പം അതിൽ വെച്ചാലാണ്. ഇനിയിപ്പോൾ ആ തുണി ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ളമുണ്ടിൻ്റെ പീസ് എടുത്താലും മതി. ഇത് ഞാൻ ലൈനിങ് തുണിയിലാണ് സൂക്ഷിക്കാറ് മല്ലിയില. അപ്പോൾ ഇതിങ്ങനെ പൊതിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ഐസ്ക്രീം ഡബ്ബയുണ്ട്, ഇത് പഴയത് ഐസ്ക്രീം ഡബ്ബ. ആ ഐസ്ക്രീം ഡബ്ബയിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ഇത് 2 ആഴ്ച വരെ കേടുകൂടാതെ ഇരിക്കും. ഇങ്ങനെ ചീഞ്ഞളിഞ്ഞൊന്നും പോകുന്നത് കാണാറില്ല. അപ്പോൾ ഈ തുണി ഇല്ലെങ്കിൽ നിങ്ങൾ വെള്ളമുണ്ടിൻ്റെ കഷ്ണത്തിൽ ഇതുപോലെ ചെയ്താലും മതി. അപ്പോൾ പിന്നെ ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. കറിവേപ്പിലയും ഞാൻ ഇതേപോലെയാണ് സൂക്ഷിക്കാറ്. ഇത് ഞാനിപ്പോൾ 2 ആഴ്ച മുമ്പ് സൂക്ഷിച്ച കറിവേപ്പിലയാണ്. ഇപ്പോഴും അത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ തക്കാളിയൊക്കെ വില കുറവിൽ കിട്ടുമ്പോൾ നമുക്ക് ഒരുപാട് വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ അത് സൂക്ഷിക്കാൻ ഒരു മാർഗം കൂടിയുണ്ട്. അപ്പോൾ ഇതും തക്കാളിയും ഞാൻ ഇതേപോലെ ഒരു ഡബ്ബയിലിട്ടിട്ട് ഒരു കോട്ടൺ തുണി വിരിച്ചതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് വേറൊരു തുണി കൊണ്ട് മൂടിയിട്ടാണ് സൂക്ഷിക്കാറ്. ഇനിയിപ്പോൾ ഇങ്ങനെ ഈ പാത്രമൊന്നും എടുക്കണ്ട എന്ന് വെച്ചാൽ നമുക്ക് പേപ്പർ കവറിൽ വേണമെങ്കിൽ സൂക്ഷിക്കാം. ഈ തുണിക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പേപ്പർ കവർ ഉണ്ടല്ലോ, അതിലായാലും സൂക്ഷിച്ചാലും ഒരുപാട് നാൾ കേടുകൂടാതെ ഇരിക്കും. ഇത് തക്കാളി ഇതുപോലത്തെ പേപ്പർ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 1.5 ആഴ്ച വരെ ഒരു കേടും വരാതെ ഇരുന്നോളും. പിന്നെ ഇങ്ങനത്തെ കവറില്ലെങ്കിൽ മറ്റേ കവറായാലും മതി. ഈ സാധാ പ്ലാസ്റ്റിക് കവർ പോലത്തെ ഒരു പേപ്പർ കവർ ഉണ്ടല്ലോ, അതായാലും മതി. ഇതുപോലുള്ള ഓയിൽ ബ്രഷ് നിങ്ങൾ ഉപയോഗിക്കാറുണ്ടോ? ഇതെൻ്റെ പഴയൊരു ഓയിൽ ബ്രഷാണ്. മറ്റേ റബ്ബറിൻ്റെ ഓയിൽ ബ്രഷും ഉണ്ട്, പക്ഷേ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നാറുള്ളത് ഈ ഓയിൽ ബ്രഷാണ് കേട്ടോ. പക്ഷേ അത് ഞാൻ എന്ന് കടയിൽ പോകുമ്പോഴും ഇത് കേട് വന്നാൽ ഇത് വാങ്ങാൻ മറന്നു പോകും. അങ്ങനെ മറന്നു പോകുമ്പോൾ ഞാൻ പ്രയോഗിക്കുന്ന ഒരു ടിപ്പാണ് ഇത്. കുറച്ച് തിരി ഉണ്ടല്ലോ, നമ്മൾ വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന തിരി, അപ്പം അതിന്ന് കുറച്ച് തിരി എടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലത്തെ കേട് വന്ന തിരിയൊക്കെ ഈ സംഭവമൊക്കെ ഞാൻ എടുത്ത് കളയും. എന്നിട്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് ഓയിലിൽ മുക്കിയിട്ട് ഉപയോഗിക്കുക. അപ്പം നമ്മളിത് വാങ്ങാൻ മറന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നെ അപ്പോൾ പോയി വാങ്ങാൻ പറ്റില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ ചെയ്തിട്ടാണ് ഇത് ഓയിൽ ബ്രഷായിട്ട് ഉപയോഗിക്കാറ്. കുറച്ചുകൂടെ എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തെ ഓയിൽ ബ്രഷാണ് കേട്ടോ. അപ്പോൾ തുണി ആണല്ലോ. എന്നിട്ട് ഇത് ഞാൻ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഇത് ഞാനൊരു കുപ്പിയിലിട്ട് സൂക്ഷിക്കും. ഇത് വായുവട്ടമുള്ള കുപ്പിയിൽ ഇട്ട് സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്താൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ട് ഒരു പണി കിട്ടിയ ഒരു സോപ്പ് പെട്ടിയാണ്. മീഷോന്ന് വാങ്ങുമ്പോൾ അത് 2 ദിവസമൊക്കെ ചുമരിൻ്റെ മുകളിൽ ഒട്ടിച്ച് നിർത്താവുന്ന തരത്തിലുള്ള സോപ്പ് പെട്ടിയായിരുന്നു. ഇത് വാങ്ങിയിട്ട് ആർക്കെങ്കിലുമൊക്കെ പണി കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ എനിക്കത് നല്ലതായിട്ട് തോന്നിയില്ല. പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്തപ്പോൾ അത് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നി. പേഴ്സണലി എനിക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ചെയ്തപ്പോഴാണ്. പക്ഷേ അത് മുന്നേ ഉണ്ടായിരുന്നപ്പോൾ അത് ഒട്ടിച്ച് വെക്കുന്നതായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് വീണുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇനി ഞാൻ പറയുന്ന ടിപ്പ് ഉപയോഗിച്ചാൽ ഇത് ഒരുപാട് നാൾ നമുക്ക് വീഴാതെ ഇങ്ങനെ നല്ലപോലെ കൊണ്ടു നടക്കാൻ പറ്റും.
അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വൈറ്റ് സിമെൻ്റ് ആണ്. വൈറ്റ് സിമെൻറ്റ് ഇങ്ങനെ വെള്ളത്തിൽ ആക്കിയതിന് ശേഷം വല്ലാതെ ലൂസാവരുത് കേട്ടോ. അത്യാവശ്യം കട്ടിയിൽ തന്നെ നമ്മൾ ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്തിയെടുക്കണം. എന്നിട്ട് ആ സ്റ്റിക്കിൻ്റെ മുകളിൽ നമുക്ക് ഒന്ന് ഇതാക്കി കൊടുക്കാം. അപ്പോൾ അത് അവിടെ ഇങ്ങനെ നിന്നോളും. പിന്നെ 2 ദിവസം അങ്ങനെ വിടണം. പിന്നെ അതിൻ്റെ മുകളിൽ ഒന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ സോപ്പ് ഹോൾഡർ അതിൽ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ ഓരോ ദിവസവും നമ്മളിത് നനച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ യാതൊരു പേടിയും പേടിക്കണ്ട. ഇത് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി, തന്നാലെ വന്നോളും. അപ്പോൾ നമ്മൾ എവിടെയാണോ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് ഒട്ടിച്ചു കൊടുക്കാനായിട്ട്. അപ്പം അത് നല്ല ചുമരിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യും. നമുക്ക് സ്ലാബൊക്കെ തുടയ്ക്കാൻ നമുക്ക് നല്ല സൗകര്യവും കിട്ടും. ഇത് ടൈൽസിൻ്റെ മുകളിൽ ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. എന്നാൽ അതിങ്ങനെ നന്നായിട്ട് ഹോൾഡ് ചെയ്ത് ഇരിക്കുകയുള്ളൂ. അപ്പോൾ അത് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ എക്സ്ട്രാ ഉള്ള വൈറ്റ് സിമെൻ്റ് ഒക്കെ ഇങ്ങനെ പുറത്തോട്ട് വരും. അപ്പോൾ അത് അപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കണം. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അത് ക്ലീൻ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കുറച്ച് വൈറ്റ് സിമെൻറ്റ് ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാനിതാ സിങ്കിൻ്റെ കുറച്ച് പേസ്റ്റൊക്കെ പോയ ഭാഗത്ത് ഇങ്ങനെ ഭക്ഷണാവശിഷ്ടങ്ങളൊക്കെ ഇരിക്കുമല്ലോ, അവിടെയും കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതും നന്നായിട്ട് ഇരുന്നോളും. അപ്പോൾ ഇത് 2 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ സോപ്പ് ഹോൾഡർ അതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് പേഴ്സണലി സൗകര്യം ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് സ്ലാബിൻ്റെ മുകളിൽ സോപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കേണ്ട ആവശ്യമില്ല. ക്ലീൻ ചെയ്തെടുക്കാനും സൗകര്യമുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാനൊരു സോപ്പ് പെട്ടിയുടെ അടപ്പും ഇതും കൂടി വെച്ചിട്ടാണ് ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് വേറെ എടുത്തിട്ട് കഴുകിയതിന് ശേഷം ഇതിലോട്ട് വെക്കാനും പറ്റും. പിന്നെ സ്ക്രൂ ചെയ്തോ ആണി അടിച്ചോ നമ്മൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യവും ഇല്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ.